ഹായ് എവ്രി വൺ, ഞാൻ പിന്നെ വന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒറ്റക്കാവുന്ന സമയത്ത് നമ്മളെപ്പോലെ കിച്ചണിൽ ഇറങ്ങാത്ത ഇടയ്ക്ക് മാത്രം കഴിക്കാനും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ മാത്രം കഴിക്കാനായിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള റെസിപ്പി അല്ല, കാണാം നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ജസ്റ്റ് കാണാം. അത് അവിടെ ഇപ്പോൾ പിക്ചറിൽ കാണിച്ച പോലെ, വീഡിയോയിൽ കാണിച്ച പോലെ നമ്മുടെ അടുത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് നേരെ എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലാക്കി അതിനെ നന്നായിട്ട് വഴറ്റുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, പിന്നെന്തായിരുന്നു, ഗാർലിക്ക്, ജിഞ്ചർ, ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് എന്താ പറയുക, അതിന് വാടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സോൾട്ട് ഓൾറെഡി ആഡ് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന, പിന്നെ കുറച്ച് മുളകൊക്കെ എന്താ പറയുക, പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻസ് അതിൽ തട്ടിക്കൊടുക്കുക. പിന്നെ അതും നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഥയൊക്കെ പറയാനായിട്ട് മാറി നിൽക്കാം. അത് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ്, അധികം നന്നായിട്ട് പൊരിയാൻ നിൽക്കരുത്, അതായത് നല്ല രീതിയിൽ പൊരിച്ചെടുക്കരുത്. ഇതാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ തട്ടിക്കൊടുക്കാം. മസാലപ്പൊടി മീൻസ് ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾ, മുളക്, പിന്നെ എന്തൊക്കെയോ പൊടികൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, രാവിലത്തെ കറിയുടെ ബാക്കി 2-3 ചിക്കൻ പീസ് ഉണ്ടായിരുന്നു, അത് പിച്ചി ഇട്ടെടുത്തു. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, അതും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ, 1-2 മുട്ട കലക്കിയിട്ട്, എഗ്ഗ് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ എഗ്ഗ് നന്നായിട്ട് വേവുന്നതിന് മുമ്പേ, അതായത് ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം, ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് വേവാൻ നിൽക്കരുത്. അതിന് മുമ്പേ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ്, ബാസ്മതി റൈസ് നല്ല വേവിക്കണേ, എന്നിട്ട് ഇതുപോലെ കണ്ടോ നല്ല ഭംഗിയിൽ മൊഞ്ചാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെർവ് ചെയ്യാം. തിന്നോക്കാം, നമുക്ക് തിന്നാൻ പറ്റും, ഉറപ്പാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല അടിപൊളിയായിരുന്നു അങ്ങനെ പറയുന്നില്ല, പക്ഷേ കഴിക്കാം.